ഈ കച്ചേരി സ്ഥിരം കേൾക്കാറുണ്ടെങ്കിലും ഗായകനെ കാണാറുണ്ടായിരുന്നില്ല. അങ്ങനെ ഇന്നലെ രാത്രി തേടി ഇറങ്ങിയതാണ്. 4 ചുറ്റിൽ നിന്ന് പാട്ട് കേൾക്കാം, പക്ഷെ ആളെ കണ്ടെത്താൻ അത്ര എളുപ്പമല്ല. ഒടുവിൽ ആളെ കണ്ടെത്തി. ഒന്നല്ല, കുറച്ചധികം പേരുണ്ട്. ഒച്ച പോലെയല്ല കേട്ടോ, ആൾ തീരെ ചെറുതാണ്. വയനാട് ബുഷ് ഫ്രോഗ്, ഇലത്തവള. പേരിൽ വയനാടുണ്ടെങ്കിലും ആള് കേരളത്തിൽ മിക്കയിടത്തും സുലഭമായിട്ട് കാണാം, പ്രത്യേകിച്ച് ഈർപ്പം കൂടുതലുള്ള ഇടങ്ങളിലൊക്കെ. 1853 മറ്റോ തോമസ് ജേർട്ടൻ എന്ന് പറഞ്ഞിട്ട് ഒരു ബ്രിട്ടീഷ് ശാസ്ത്രജ്ഞന് ഇവരെ ആദ്യമായിട്ട് കണ്ടെത്തി രേഖപ്പെടുത്തിയത് വയനാട് നിന്നാണ്. അങ്ങനെയാണ് ഇവരുടെ പേരിൽ വയനാട് വന്നത്. ഇത് ഇത്രയൊക്കെ തന്നെ വളരൂ, ഒരു 2.5-3 സെന്റിമീറ്റർ മാക്സിമം. വേറൊരു പ്രത്യേകതയുള്ളത്, ഇതിന് ഓന്തിനെ പോലെ ചെറുതായിട്ട് നിറം മാറാനൊക്കെ കഴിവുണ്ട്. താടിയുടെ താഴെ ആ ബൾബ് പോലെ വീർത്തിരിക്കുന്ന വോക്കൽ സാക്കാണ്. അത് വീർപ്പിച്ചു വെച്ചിട്ടാണ് അവർ ഈ ശബ്ദം ഇത്രക്ക് ആംപ്ലിഫൈ ചെയ്തെടുക്കുന്നത്. ആൺതവളകളാണ് ഇങ്ങനെ പാടുന്നത് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ആദ്യം ഗായകൻ എന്നുള്ള രീതിയിൽ പറഞ്ഞത്. പെൺതവളകളെ ആകർഷിക്കാനുള്ളൊരു മത്സരമാണ് ഇവരുടെ ഈ കോറസ്. പിന്നെ ഇതൊരു തരം ടെറിട്ടറി മാർക്കിംഗ് കൂടിയാണ്. സാധാരണ തവളകളുടെ ജീവിതചക്രത്തിലുള്ള വാൽമാക്രി എന്ന് പറയുന്ന ഘട്ടം ഇവർക്കില്ല. ഇവരെ കൂടുതലും ഈ ഏതെങ്കിലും ചെടികളുടെ തണ്ടുകളിൽ, ഇലകളിലൊക്കെയാണ് കഴിവതും കഴിഞ്ഞുകൂടുക. കണ്ടുപിടിക്കാൻ അത്ര എളുപ്പമല്ലാത്തത് കൊണ്ട് തന്നെ ഇവരിരുന്ന് കരയുന്ന സ്ഥലത്ത് നമ്മൾ നിന്ന് കഴിഞ്ഞാൽ 4 ചുറ്റും നിന്നിങ്ങനെ ശബ്ദം, ഉറവിടമില്ലാത്ത ശബ്ദങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരുതരം ഓഡിറ്ററി ഇല്യൂഷൻ ഉണ്ടാക്കാൻ കേമന്മാരാണ്. ഇനി ഈ കച്ചേരി കേട്ടാൽ ആളെ കണ്ടുപിടിക്കാൻ നോക്കുമല്ലോ അല്ലേ?